US സ്പെക്കാണ് ഏറ്റവും കുറവ്. അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഇത്. ഇതിൻ്റെ മുകളിലാണ് TR. ഇതിപ്പോൾ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഞാൻ കാണിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് US സ്പെക്ക് അതുപോലെ തന്നെ ജപ്പാൻ സ്പെക്ക് എല്ലാ സ്പെക്കിൻ്റെ വില ഉണ്ടാകും. TRയും ഇതൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് വിലയിൽ നല്ല വിലക്കുറവാണ്. ഇത് വേറെ കമ്പയർ ചെയ്യുന്നതാണെങ്കിൽ നല്ല വിലക്കുറവ്. അതെ, ഇത് ഈ ബാക്കിൽ നിന്ന് ഇത് ജസ്റ്റ് ഇതൊന്ന് നീ ഫോക്കസ് ചെയ്ത് കാണിച്ചു കൊടുത്തത് ഇങ്ങനെ ഉണ്ടാവും. LLA എന്നുണ്ടാവും. ഇതിൽ ഫിസിക്കൽ സിം എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവില്ല. ഒരു സിം മാത്രമായിരിക്കും. ഈ CH എന്ന് പറഞ്ഞാൽ രണ്ടും ഫിസിക്കൽ സിം ആയിരിക്കും. CH എന്ന് പറഞ്ഞാൽ ചൈന സ്പെക്കാണ്. ഇത് ഓരോ കൺട്രിക്ക് വേണ്ടി ഓരോ സ്പെക്കാണ്, സ്പെസിഫിക്കേഷൻ. നിങ്ങൾ ബ്ലാക്ക് എടുത്തോളൂ, നാച്ചുറൽ എടുത്തോളൂ, വൈറ്റ് എടുത്തോളൂ, ഏത് കളർ തന്നെ എടുക്കണം ഒരേ വില. ഇത് TR എടുത്താൽ മാത്രമേ വാറണ്ടി ക്ലെയിം ഉണ്ട്. അത് വെറുതെയാണ്. ആപ്പിളിൻ്റെ ഏതെന്നെ സ്പെക്ക് നിങ്ങൾ എടുക്കുന്നതാണെങ്കിലും ഇൻ്റർനാഷണൽ വാറണ്ടിയാണ്. വിചാരിക്കുന്നത് വെറും TR മാത്രമേ ഉള്ളൂ വാറണ്ടി. ഞാൻ ജപ്പാൻ്റെ ക്യാമറ ഞാൻ മാറ്റിക്കൊണ്ടെന്ന്. അതെ, അത് ജസ്റ്റ് ഒരു അതൊരു മൈൻഡ് സെറ്റാണ്. ഏറ്റവും വില കുറഞ്ഞിട്ട് എവിടെ നിന്നാണ് കിട്ടുന്നത്, ഏതാ സ്പെക്ക് കിട്ടുന്നത് അത് എടുക്കുക. ഇത് ഇന്ത്യൻ സ്പെക്കാണ്. ഇന്ത്യൻ സ്പെക്കിൽ എങ്ങനെ ഉണ്ടാകും നോക്ക്, HNA എന്നുണ്ടാവും. ഇതാണ് ഇന്ത്യൻ സ്പെക്കാ. ഹലോ സാമറ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഐഫോണും അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ ഒക്കെ ലേറ്റസ്റ്റ് പ്രൈസ് അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ കാണുമ്പോൾ ഇനി നിങ്ങൾക്ക് ആർക്കും മറക്കാൻ സാധ്യതയില്ല. കാരണം നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിരുന്നു മൊത്തത്തിൽ സ്ക്രീൻ ഫോക്കസിന് ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മളുള്ളത് സ്ക്രീൻ ഫോക്കസിലാണ്. ബർദുബായ് അൽഫൈദി സ്ട്രീറ്റിലാണ് അവരെ ലൊക്കേഷൻ വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഗൂഗിൾ മാപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതേപോലെ തന്നെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന മുജീബ് ബ്രോനാണ്. കഴിഞ്ഞ വീഡിയോയിൽ അർഷാദ് ബ്രോ ആയിരുന്നു. അപ്പോൾ ഇന്ന് പ്രൈസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്നുള്ളത് മുജീബ് ബ്രോ പറഞ്ഞുതരും. അസ്സലാമു അലൈക്കും ഹബീബി, എന്തൊക്കെ വിശേഷങ്ങൾ? സുഖമല്ലേ? ഓക്കെ, നമുക്ക് ഇന്ന് എല്ലാ മോഡൽസും, അതായത് ഇന്ന് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ പറയുകയാണ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് US സ്പെക്ക് അതുപോലെ തന്നെ ജപ്പാൻ സ്പെക്ക് എല്ലാ സ്പെക്കിൻ്റെ വില ഉണ്ടാകും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് വില കുറവ്, അതായത് US സ്പെക്ക് വില കുറവുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഓൺലൈനിലൊക്കെ US സ്പെക്കിന് വില കുറവുണ്ടാവും. പക്ഷേ TDR അതറിയില്ല. അപ്പോൾ നമ്മൾ ഓൺലൈനിൽ നിന്നൊക്കെ എടുത്താൽ മതിയില്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് മാർക്കറ്റിലത്തെ US സ്പെക്കിൻ്റെ പ്രൈസ് പറഞ്ഞിട്ടാണ് ഇന്നത്തെ വീഡിയോ. അതൊക്കെ കിടിലം വീഡിയോ അല്ലേ, തകർക്കും. നമ്മൾ അത്രയും പ്രൈസ് കുറവ് നമുക്ക് മാർക്കറ്റിൽ വരുന്നുണ്ട്. അതേ സാധനം നിങ്ങൾക്ക്, അതായത് TDR വേണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് മാർക്കറ്റുണ്ട്, ജപ്പാൻ വേണമെങ്കിൽ ജപ്പാനുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വലിച്ചുണ്ടാകും. നേരെ വീഡിയോയിലോട്ട് വെക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം തുടങ്ങാൻ വേണ്ടി പോകുന്നത് തന്നെ LLA എന്ന് പറഞ്ഞാൽ US സ്പെക്ക് ആയിരിക്കും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നോർമലായിട്ട് നമ്മൾ TRA എന്ന് പറഞ്ഞാൽ TRAയിൽ ഒരു സിമ്മും ഒരു ഫിസിക്കൽ സിമ്മും ആയിരിക്കും. ഇത് LLA ഇതിൽ വന്ന് രണ്ടും സിം ആയിരിക്കും. പക്ഷേ വിലയിൽ നല്ല വ്യത്യാസമുണ്ട്. നിങ്ങൾ TRയും ഇതൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് വിലയിൽ നല്ല വിലക്കുറവാണ്. ഇത് വേറെ കമ്പയർ ചെയ്യുന്നതാണെങ്കിൽ നല്ല വിലക്കുറവ്. ഇത് നിങ്ങൾക്കില്ലേ 256 GB LLA 3775 കിട്ടും. അതെ, പ്രോ മാക്സ് ആണ് കേട്ടത്, പ്രോ അല്ല. പ്രോ മാക്സ് 3775 കിട്ടും. അതെ, 256 GB 3775. ഇതിൽ തന്നെ നിങ്ങൾക്ക് 512 GB വേണമെങ്കിൽ അതും കിട്ടാറുണ്ട്. അത് നിങ്ങൾക്ക് 4500 കിട്ടും. വെറും 4500 512 കിട്ടും. നിങ്ങളിപ്പോൾ TDR വെച്ച് കമ്പയർ ചെയ്യുന്നതാണ് ഒരുപാട് വ്യത്യാസമുണ്ട്. LLA ഇത് ജസ്റ്റ് ഒരു LLA. ഇപ്പം ഞാനൊരു പ്രോ മാക്സിൻ്റെ വിലയാണ് പറഞ്ഞത്. ഇതിൽ തന്നെ നിങ്ങൾക്ക് LLA തന്നെ പ്രോ കിട്ടും. പ്രോയിൽ നിങ്ങൾക്ക് 128 GB കിട്ടും, 256 GB കിട്ടും. 128 GB വന്നിട്ട് 3250 കിട്ടും. 128 GB LLA. അതിൽ തന്നെ 256 വേണമെങ്കിൽ 3600 കിട്ടും. ഇത് LLA എന്ന് പറയുന്നത് അതെ, US ആണ് LLA. നമുക്ക് ആ മോഡൽ നമ്പറിന്റെ തൊട്ടടുത്ത് LLA. അതെ, ഇത് ഈ ബാക്കിൽ നിന്ന് ഇത് ജസ്റ്റ് ഇതൊന്ന് നീ ഫോക്കസ് ചെയ്ത് കാണിച്ചു കൊടുത്തത് ഇങ്ങനെ ഉണ്ടാവും. LLA എന്നുണ്ടാവും. ഇതാണ് US സ്പെക്ക്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. എന്താണെന്ന് പറഞ്ഞാൽ ഇതിൽ ഫിസിക്കൽ സിം എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവില്ല. ഒരു സിം മാത്രമായിരിക്കും. സിം 2 എന്നല്ല, നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ സിം ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. 2 3 ചെയ്യാൻ വേണ്ടി പറ്റും, 4 5 വേണമെങ്കിൽ ചെയ്യാൻ വേണ്ടി പറ്റും സിം. ഇതിൽ ഞാനിപ്പോൾ അതന്നെ 256 ആയി. ഇതേ സാധനത്തിൽ 512 GB വേണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. 4280 കിട്ടും. 280 പ്രോ 16 പ്രോ 512 GB 4275 ഇത് കൊടുക്കാം. ഞാൻ 80 അല്ല പറഞ്ഞാൽ 75 കൊടുക്കാൻ വേണ്ടി പറ്റും. ഇതിൽ നെക്സ്റ്റ് ഇപ്പോൾ നമ്മളിപ്പോൾ തുടങ്ങിയത് LLA കഴിഞ്ഞ് അതന്നെ പ്രോ മാക്സും പറഞ്ഞു. 1 TB ഇവിടെ കൂടുതൽ മൂവിങ് ഇല്ലാത്തതുകൊണ്ട് അത് വെക്കല്ലേ. നമ്മൾ അത് വിളിച്ച് ചോദിച്ചിട്ട് അന്വേഷിച്ച് വന്നാൽ മതി. അതിൻ്റെ വില എന്താണെന്നുള്ളതാണെങ്കിൽ കോൺടാക്ട് ചെയ്ത് വരികയാണെങ്കിൽ അത് കുറവ് തന്നെ ആയിരിക്കും. ഇവിടെ നല്ല ബെസ്റ്റ് പ്രൈസ് ആയിരിക്കും LLA. നെക്സ്റ്റ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് CH ആണ്. ഇപ്പോൾ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ നടന്നുള്ള CH ആണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു LLA കുറിച്ചിട്ട്. LLA എന്ന് പറഞ്ഞാൽ 2 സിം ആയിരിക്കും. അതേപോലെ CH എന്ന് പറഞ്ഞാൽ രണ്ടും ഫിസിക്കൽ സിം ആയിരിക്കും. അതിൽ സിമ്മിനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. രണ്ടും ഫിസിക്കൽ സിം ആയിരിക്കും. CH എന്ന് പറഞ്ഞാൽ ചൈന സ്പെക്കാണ്. ഇത് ഓരോ കൺട്രിക്ക് വേണ്ടി ഓരോ സ്പെക്കാണ്, സ്പെസിഫിക്കേഷൻ.
ഇപ്പോൾ ആദ്യം പറഞ്ഞാൽ നമ്മൾ ഇത് അമേരിക്കയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്, അതിനുള്ള LLS സ്പെക്ക്. ഇനിയിപ്പോൾ ഹോങ്കോങ് എന്ന് പറഞ്ഞാൽ HK ആയിരിക്കും, ഇത് CH എന്ന് പറഞ്ഞാൽ ചൈന സ്പെക്ക്. ഇതിൽ രണ്ടും ഫിസിക്കൽ സിം ആയിരിക്കും. ഇതിനും നല്ല വില കുറവുണ്ട്. നമ്മളിപ്പോൾ Pro Maxൽ CH എടുക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 4000 കിട്ടും, 4000 256 കിട്ടും. ഇതിൽ രണ്ടും ഫിസിക്കൽ സിം ആയിരിക്കും. ഇതിൽ തന്നെ നിങ്ങൾക്ക് 512 GB ആണെങ്കിൽ ഒരു 4700 കിട്ടും. അതെ, CH. അതിൽ നെക്സ്റ്റ് നമ്മളിപ്പോൾ പ്രോയിൽ കിടക്കാം. പ്രോയിൽ നിങ്ങൾക്ക് ഇതാ 128 GB വന്നിട്ട് നിങ്ങൾക്ക് ഒരു 128 GB 16 Pro 3175 കിട്ടുന്നുണ്ട്. ഇത് 3175. 3175 നിങ്ങൾക്ക് Pro 128 GB. അതെ. ഇതിൽ തന്നെ പ്രോയിൽ തന്നെ നിങ്ങൾക്ക് 256. ഇതിൽ കളറിന് വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഇപ്പോൾ TR എടുക്കുമ്പോൾ ഓരോ കളറിന് ഓരോ വിലയാണ്. പക്ഷേ CH എടുക്കുമ്പോൾ നിങ്ങൾ ഏത് കളറിന് എടുക്കുന്നതാണെങ്കിൽ ഒരേ വിലയാണ്. ബാക്കിയുള്ള TRA പോലെയല്ല. TRAയിൽ ഓരോ കളറിന് ഓരോ വിലയാണ്. വിലയിൽ നല്ല മാറ്റം ഉണ്ടാകും, വ്യത്യാസം ഉണ്ടാകും. ഇതിനുള്ള ഒരു വ്യത്യാസമില്ല. ഏത് കളറിന് നിങ്ങൾ എടുത്തോളൂ ഒരേ വിലയാണ്. ഇതിപ്പോൾ ഞാൻ 128 പറഞ്ഞാൽ ഇതാ 256. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് ബ്ലാക്ക് കളറാണ്. നിങ്ങൾ ബ്ലാക്ക് എടുത്തോളൂ, നാച്ചുറൽ എടുത്തോളൂ, വൈറ്റ് എടുത്തോളൂ, ഏത് കളറിന് എടുക്കണം ഒരേ വില. ഇത് നിങ്ങൾക്ക് കിട്ടും 3720 കിട്ടും. 3720. അതെ. TR ഒക്കെ കമ്പയർ ചെയ്യുന്നതാണ് ഒരുപാട് കുറവാണ് ഇതിൻ്റെ വില. പക്ഷേ LL ആണ് ഏറ്റവും കുറവ്, USA സ്പെക്കാണ് ഏറ്റവും കുറവ്. അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഇത്. ഇതിൻ്റെ മുകളിലാണ് TR. ഇതിപ്പോൾ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഞാൻ കാണിച്ചുകൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ തന്ന വില LL, ഏറ്റവും കുറഞ്ഞ വില. നെക്സ്റ്റ് തന്നുകൊണ്ടിരിക്കുന്ന വില CH. നെക്സ്റ്റ് ഞാൻ തരാൻ വേണ്ടി പോകുന്ന TR ആണ്. ഇപ്പം കൂടുതൽ പോകുന്നില്ല TR. എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതെന്നെ സ്പെക്ക് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ വാറൻറ്റിയാണ്. കുറേ ആൾക്കാർ, കൂടുതൽ മലയാളികൾ, കുറേ ആൾ തിങ്കിങ് എന്താണെന്ന് പറഞ്ഞാൽ ഈ TR എടുത്താൽ മാത്രമേ വാറൻറ്റി ക്ലെയിം എന്ന്. അത് വെറുതെയാണ്. TR അല്ലാത്ത ഇതെല്ലാം ആപ്പിളിൻ്റെ തന്നെ പ്രോഡക്റ്റാണ്. ഇത് നിങ്ങൾ ഏതെന്നെ എടുക്കുന്നതാണ്, ഇതൊക്കെ ആപ്പിൾ പ്രോഡക്റ്റാണ്. ആപ്പിളിൻ്റെ ഏതെന്നെ സ്പെക്ക് നിങ്ങൾ എടുക്കുന്നതാണെങ്കിലും ഇൻ്റർനാഷണൽ വാറൻറ്റിയാണ്. ഇതിപ്പോൾ ദുബൈയിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എല്ലാ കൺട്രിയിലുള്ള സ്പെക്കുകളും ഇവിടെ കിട്ടും. ഇപ്പോൾ വേറെ രാജ്യം പോലെയല്ല ദുബൈ. ഇപ്പോൾ ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ വെറും ഇന്ത്യയിലേക്കുള്ള സ്പെക്ക് മാത്രമേ കിട്ടുള്ളൂ, വേറെ കൺട്രിയിലെ സ്പെക്ക് വാങ്ങിക്കാൻ കിട്ടില്ല. ദുബൈയിൽ അങ്ങനെയല്ല, നിങ്ങൾക്ക് ലോകത്തുള്ള എല്ലാ കൺട്രിയിലെ സ്പെക്ക് ഇവിടെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. ഇതെങ്ങനെയായിരിക്കും മാർക്കറ്റിൽ സ്റ്റോക്ക് ഏതാണ് കൂടുതലുള്ള അതിന് ഡിമാൻഡ് കുറവായിരിക്കും, അങ്ങനെ വില കുറഞ്ഞ് കിട്ടുന്നതാണ്. ഏറ്റവും കൂടുതൽ TRനേക്കാളും കൂടുതൽ ഒരു സമയത്ത് ഈ CHനും രണ്ട് ഫിസിക്കൽ സിം ഇടുന്നതിനായിരുന്നു വില കൂടുതൽ. ഇപ്പോൾ നേരെ തിരിഞ്ഞിട്ടുള്ളത്. മാർക്കറ്റിൽ സാധനങ്ങൾ ഒരുപാട് വന്ന് വിൽക്കാൻ തുടങ്ങി. അപ്പോൾ ഇതിന് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ വില ഡ്രോപ്പായി. ഒരുപാട് കൂടുതലായിരുന്നു ഒരു സമയത്ത് ഇതിനുള്ള വില ഫിസിക്കൽ സിമ്മിന്. TRനേക്കാളും കൂടുതലായിരുന്നു. പക്ഷേ ഇന്ന് അതങ്ങനെയല്ല. ഇന്ന് ഇതിന് വില കുറഞ്ഞിട്ടുള്ളത്. അത് മാർക്കറ്റിൽ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. ഇത് ഡംപ്പായി വന്നു കഴിഞ്ഞിട്ട് സ്റ്റോക്ക്, അതുകൊണ്ടാണ് ഇതിന് വില കുറവ്. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഏതാ പറഞ്ഞത്, 512 GB എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല 512 GB നിങ്ങൾക്ക് 256 പറഞ്ഞല്ലോ ഞാൻ. 3720 256 ഏതെന്നെ കളറും. ഇപ്പോൾ TR എല്ലാകുമ്പോൾ വേറെ വേറെ കളറിന് വേറെ വേറെ വിലയാണ്. ഈ LLയും പിന്നെ CH എടുക്കുകയാണെങ്കിൽ ഏതെന്നെ കളർ എടുത്താലും ഒരേ വിലയാണ്. കളറിന് വലിയ വില വ്യത്യാസമൊന്നുമില്ല. ഏത് കളർ വേണമെങ്കിൽ എടുക്കുക ഒരേ വിലയാണ്. അതേപോലെ ഇതിൽ 512 GB ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 4150 കിട്ടും. 512 GB 150ക്ക് CH 150 4150ക്ക് നിങ്ങൾക്ക് 512 GB കിട്ടും. നെക്സ്റ്റ് നമുക്ക് കിടക്കാം TRലേക്ക് കിടക്കാം. അപ്പോൾ ഇത് ഇപ്പം നമ്മൾ ഒരു രണ്ട് സ്പെക്കുകൾ ഒന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്നുമില്ല, ഏതെന്നെ നിങ്ങൾ ഫോൺ എടുക്കുന്നതാണെങ്കിൽ അത് ജനൂനാന്നുള്ള മനസ്സിലാക്കണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഫോൺ നിങ്ങൾ കൈമേലെടുക്കുക. ഏത് ഷോപ്പിലാണ് പോകുന്നത് ആ ഷോപ്പിൽ നിന്ന് ആ ഫോൺ നിങ്ങൾ കൈമേലെടുക്കുക. എന്നിട്ട് ഇത് ഇവിടെ ഒരു നമ്പർ ഉണ്ട്, നോക്കി, സീരിയൽ നമ്പർ. ഒന്നുമില്ല, ജസ്റ്റ് നിങ്ങൾ ഫോണിൽ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് ആപ്പിൾ വാറൻറ്റി ചെക്കിംഗ് സെർച്ച് ചെയ്യുക. അപ്പം ജനൂനായിട്ടുള്ള ആപ്പിളിന് തന്നെ ഒരു ആപ്പ് സ്റ്റാർട്ടിങ്ങിൽ വന്ന് ഓപ്പൺ ആവും. അതിന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഓപ്ഷൻ വരും, സീരിയൽ നമ്പർ കൊടുക്കാനുള്ള ഓപ്ഷൻ വരും, അതിൻ്റെ താഴെ ഒരു പാസ്വേഡ് കൊടുക്കാനുള്ള ഓപ്ഷൻ വരും. അത് നിങ്ങൾക്ക് ഏകദേശം ആ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതിൽ നിങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇത് നോൺ ആക്റ്റീവാന്ന് പറഞ്ഞിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും പേടിക്കാനില്ല, അത് ജനൂനായിരിക്കും. ആ മോഡൽ നമ്പർ കാണിക്കും. ഇപ്പോൾ നിങ്ങൾ പ്രോ ടൈപ്പ് ചെയ്ത് പ്രോൻ്റെ സീരിയൽ നമ്പർ ടൈപ്പ് ചെയ്യുന്നതാണെങ്കിൽ അവിടെ എഴുതി കാണിക്കും ഇത് പ്രോ ആണെന്നുള്ളത്. അതന്നെ പ്രോ മാക്സ് ആണെങ്കിൽ പ്രോ മാക്സ് എന്നുള്ള മുകളിൽ എഴുതി കാണിക്കും, അതിൻ്റെ കളേഴ്സുകളും കാണിക്കും. ഇത് നോൺ ആക്റ്റീവ് ഒരു റെഡ് സിമ്പിൾ കാണിക്കും. നമ്മൾ എന്ന് മുതലാണ് ഇപ്പോൾ ഓപ്പൺ ചെയ്ത് ആക്റ്റീവ് ചെയ്ത് കഴിഞ്ഞ പാടും നമ്മൾ ആക്റ്റീവ് ചെയ്യേണ്ടത് അറിയാമല്ലോ എങ്ങനെയാണെന്നുള്ളത്. ജസ്റ്റ് നമ്മൾ വൈഫൈ കണക്ട് ചെയ്യുന്നു, ഫോൺ ആക്റ്റീവ് ചെയ്യുന്നു. വൈഫൈ കണക്ട് ചെയ്ത് ഫോൺ ആക്റ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ അന്ന് മുതലുള്ള ഡേറ്റ ആയിരിക്കും നിങ്ങൾക്ക് അവിടെ കാണിക്കുക. ഈ റെഡ് സിമ്പിൾ ഇല്ല, അത് പോയി അവിടെ ഗ്രീൻ കാണിച്ചു തുടങ്ങും. ആ ഗ്രീൻ കാണിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അന്ന് മുതലുള്ള വാറൻറ്റി സ്റ്റാർട്ടാവും. അവിടെ കാണിക്കും, നിങ്ങൾക്ക് എഴുതി കാണിക്കും അന്ന് ഇപ്പം നിങ്ങൾ എന്നാ വാങ്ങിച്ചാൽ അതും അന്ന് മുതലുള്ള 1 year വരെയുള്ള വാറൻറ്റി. അത് നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇത് കാണിക്കുന്നതാണ്. നിങ്ങൾ ഒന്നുകൊണ്ടും ടെൻഷൻ ആക്കേണ്ട ആവശ്യമില്ല. ഇത് കോപ്പിയോ ആയിരിക്കില്ല, ജനൂന് മാത്രമായിരിക്കും. അതുകൊണ്ട് മാത്രമായിരിക്കും അതങ്ങനെ കാണിക്കുന്നത്. അപ്പം ചില കഥ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ ആൾക്കാരും ചിന്തിക്കുന്ന ഈ TR എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് മാത്രമേ ജനൂൻ എന്നുള്ളതാണ്. അതിനെക്കൊണ്ട് ഒരു കാര്യമില്ല. TR അല്ല, ഇത് ഓരോ സ്പെക്ക് ഓരോ കൺട്രിക്ക് വേണ്ടിയിട്ടുള്ള ഓരോ സ്പെക്കുകളാണ്. ദുബൈയിൽ വന്നിട്ട് എല്ലാ കൺട്രീൻ്റെ എല്ലാ സ്പെക്കുകളും വാങ്ങിക്കാൻ വേണ്ടി കിട്ടുന്നത് അത് മാത്രമേ ഉള്ളൂ.
അതല്ലാത്ത ജനൂനല്ല, ഇപ്പം സ്പെക്ക് വേറെയാണ്, TRA മാത്രം ജനൂന്, അത് മാത്രമേ സർവീസ് കിട്ടുള്ളൂ, അത് വെറുതെ പറയുന്നത്. അപ്പം ഞാൻ ഉപയോഗിക്കുന്നത് ജപ്പാനാണ്, എൻ്റെ 15 Pro Max ആണ്. ഇത് ഞാനിപ്പോൾ എൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫോണിൻ്റെ ക്യാമറ എന്തോ കുഴപ്പമായിട്ട് ഞാൻ വാറണ്ടി, ചില ആൾ വിചാരിക്കുന്നു വെറും TRA മാത്രമേ ഉള്ളൂ വാറണ്ടി. ഞാൻ ജപ്പാൻ്റെ ക്യാമറ ഞാൻ മാറ്റിക്കൊണ്ടെന്ന്. അതെ, അത് ജസ്റ്റ് ഒരു അതൊരു മൈൻഡ് സെറ്റാണ്, കൂടുതലും മലയാളികളെ മൈൻഡ് സെറ്റാണ് TRA വാങ്ങിച്ചാൽ മാത്രം. പക്ഷേ ആപ്പിളിൻ്റെ കാര്യം ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആപ്പിളിൻ്റെ കാര്യം കേട്ടോ. ഇപ്പം സാംസങ് വേറെ എടുക്കുന്നതാണെങ്കിൽ ഒരു TRA തന്നെ എടുത്തോട്ടെ, അതിനെ വാറണ്ടി ഉള്ളൂ ഇവിടെ. പക്ഷേ ആപ്പിൾ എടുക്കുന്ന സമയത്ത് ഒരിക്കലും വില കുറവ് ഏതാണെന്നുള്ളത് നോക്കി എടുക്കല്ലാത്ത TRA തന്നെ വേണം, ജപ്പാൻ തന്നെ വേണം, CH തന്നെ വേണം എന്ന് പറഞ്ഞ് പോയിട്ട് എടുക്കുന്ന പൊട്ടത്തരായിരിക്കും. ഏറ്റവും വില കുറഞ്ഞിട്ട് എവിടുന്നാണ് കിട്ടുന്നത്, ഏതാ സ്പെക്ക് കിട്ടുന്നത് അത് എടുക്കുക, അത്ര തന്നെ പറയാനുള്ളൂ. വേറെ അടുത്ത ഇടം വരെ എത്തി നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത നമുക്ക് ഏതാ പറയണ്ടത്? അതാ പറയാൻ, അതാ സാധനം ഇനി പറയാനുള്ള സാധനം. TRA നമുക്ക് കൊടുക്കാമല്ലോ. TRA 256 GB ആണ് ഇത്. TRA അറിയാലോ, TRA ഇത് മുമ്പ് കുറേ പ്രാവശ്യം നീ കാണിച്ചല്ലോ, വീണ്ടും കാണിച്ചേക്ക്. TDRA എന്ന് എഴുതിയിട്ടുണ്ടാവും, താഴെ AEA എന്നുണ്ടാവും. അതെ അതൊന്ന് കാണിച്ചു കൊടുത്ത്. കണ്ടോ, നിങ്ങൾ ആ മോഡൽ നമ്പർ അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമുക്ക് ഡബിൾ അല്ല AE ചില സ്പെക്കിൽ ഇത് ഡബിൾ A എന്നും വരും. മൊത്തത്തിൽ A എന്നുണ്ടാവും. രണ്ടും നമുക്ക് TDRS, അതായത് ഡബിൾ A വന്നു കഴിഞ്ഞാൽ TDR, AE വന്നു കഴിഞ്ഞാൽ TDR. പക്ഷെ ഇതിന്റെ വില ഇപ്പോൾ മാർക്കറ്റിൽ കൂടിയിട്ടുള്ളത് എന്താന്ന് പറഞ്ഞാൽ ഇതിനിപ്പോൾ ഇത് സ്റ്റോക്ക് ഇപ്പോൾ കുറവാണ്. ഇപ്പോൾ മാർക്കറ്റിൽ ഇത് സ്റ്റോക്ക് കുറവായതുകൊണ്ട് മാത്രം ഇതിന് വില കൂടുതൽ, അതല്ലാത്ത ഈ TRA മാത്രം നല്ലതായതുകൊണ്ട് അങ്ങനത്തെ ഒരു ഇതിലല്ല ഇതിന് വില കൂടുതലുള്ള. മാർക്കറ്റിൽ ഇപ്പോൾ സ്റ്റോക്ക് കുറവാണ്, അതുകൊണ്ട് ഇതിന് ചെറിയൊരു ഡിമാൻഡ്, അത്രയേ ഉള്ളൂ. TRA കുറഞ്ഞും ചെയ്തിട്ടുണ്ടാകും. മുന്നേ CHനേനും വില കൂടുതൽ, ഈ രണ്ട് ഫിസിക്കൽ സിം ഉള്ളതിനേനും വില കൂടുതലുണ്ടായി. ഇപ്പോൾ അതങ്ങനല്ല, ഇപ്പോൾ TRAക്കാണ് വില കൂടുതൽ. എന്താ കാരണം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ സ്റ്റോക്ക് കുറവാണ്, ഡിമാൻഡ് ഉണ്ട്, അതുകൊണ്ട് മാത്രം ഇതിന് വില കൂടുതൽ, അതല്ലാത്ത വേറൊന്നും ഉണ്ടായിട്ടല്ല. പിന്നെ വേറെ എന്താന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വില പറഞ്ഞിട്ടില്ല നമ്മൾ. ഇത് 256 GB ആണ് TRA എന്ന് പറഞ്ഞാൽ TDR. നമ്മൾ ഈ ഷോർട്ട് കട്ടിലാണ് ഈ TRA എന്ന് പറയുന്നത്. ശരിക്കും ഇതിലുണ്ടായാലും TDRA എന്നാണ്. ഈ ഷോർട്ട് കട്ടിൽ പെട്ടെന്ന് ഇതൊന്ന് ഷോർട്ട് കട്ടായി പറയുന്നത് TDRA എന്നുള്ളത്, ശരിക്കും TRA എന്നായിരിക്കും ഇവിടെ ഉണ്ടാല്. ഇതിൻ്റെ വില നിങ്ങൾക്ക് 4170 ചെയ്ത് കൊടുക്കാം. 4170 TRA. ഇത് 256 ആണ്. ഇതിൽ തന്നെ 512 GB എടുക്കുന്നതാണെങ്കിൽ ഇതാ 512 GB ആണ്. ഇത് നിങ്ങൾക്ക് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും 4920 വെച്ചിട്ട്. മാക്സിമം ഡിസ്കൗണ്ടഡ് പ്രൈസ് ആണ് ഇത്. 10-15 ദിർഹംസ് ലാഭം വെച്ചിട്ടുള്ള വിലകളാണ് തന്നുള്ളത്, ഹോൾസെയിൽ അല്ല. ഇത് 4920 512 GB. ഇത് 4170 ആണ്, 256 GB. ഇത് Pro Max ആണ് കേട്ടോ. നെക്സ്റ്റ് ഇതിൽ തന്നെ ഞാൻ പ്രോൻ്റെ വില തരാമല്ലോ. ഈ കൂടുതലും ഇല്ല, ഞാൻ ഈ 512 GB 256 മാത്രം പറയാനുള്ള കാരണം അതേ ഉള്ളൂ ഡിമാൻഡ്. 1000 കസ്റ്റമർ വന്നാൽ ഏതെങ്കിലും ഒരു കസ്റ്റമർ ആയിരിക്കും 1 TB ചോദിച്ചിട്ട് വരുന്നത്. അതുകൊണ്ട് കൂടുതൽ ഷോപ്പുള്ള ആരും 1 TB സ്റ്റോക്ക് വെക്കാൻ വേണ്ടി വെക്കൂല. എന്ന് പറഞ്ഞാൽ ഒരേ വില ആയിരിക്കില്ലല്ലോ, ചിലപ്പോൾ വില ഡ്രോപ്പ് ആവും, ചിലപ്പം കൂടുതലാവും. അതുകൊണ്ട് കൂടുതൽ 1 TB ആരും സ്റ്റോക്ക് വെക്കാറില്ല. 1 TB നിങ്ങൾക്ക് TRAയിൽ ആർക്കെങ്കിലും ആവശ്യമുള്ളതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് വന്നാൽ മതി. കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വില കൊടുക്കുക, അന്നത്തെ മാർക്കറ്റ് വില എന്താണെന്നുള്ള അന്ന് തന്നെ നോക്കി കൊടുക്കുക. ഇനി അടുത്ത നമുക്ക് കിടക്കുക. ഇനി ഏതാ തരാനുള്ളത്? 250 ഇല്ലല്ലോ, പ്രോ മാക്സ് കഴിഞ്ഞ് അടുത്ത പ്രോ. അതെ TDRAയിൽ പ്രോ മാക്സ് കഴിഞ്ഞ് അടുത്ത പ്രോൻ്റെ വില ഞാൻ തരാം. ഇതാ TDRAയിൽ പ്രോ ഇതാ പ്രോ വന്നിട്ട് നിങ്ങൾക്ക് 128 GB. TDRAയിൽ 128 GB 3450 ചെയ്ത് തരാം. 128. പക്ഷേ നിങ്ങൾ ഈ ബാക്കിയുള്ള ഇത്ര നേരം സംസാരിച്ച പോലെ ബാക്കിയുള്ളതെല്ലാം കമ്പയർ ചെയ്യുമ്പോൾ ഈ TDRA തന്നെ ആയിരിക്കും പ്രോയിലും വില കൂടുതൽ. പ്രോ മാക്സിൽ എങ്ങനെ അതേപോലെ തന്നെയാണ് പ്രോയിലും കൂടി. ഇതൊരു 128 ആണ് ഞാൻ പറയുന്നത്. 3450 ചെയ്ത് തരാം 128. ഈ TDRAയിൽ തന്നെ 256 വേണമെങ്കിൽ ഇത് 256 ആണ് TDRA. ഇതിലും കളറിലും വ്യത്യാസമുണ്ട് കേട്ടോ, ഒരുപാട് വ്യത്യാസമില്ല. ഒരു 20-30 ദിർഹംസിന്, ഒരു 40, ചിലതിന് 40 ദിർഹംസോളം വ്യത്യാസമുണ്ട് കളറിന്. ഞാൻ ഇപ്പം തരുന്ന വില വന്നിട്ട് ഈ ഡെസേർട്ട് കളറിൻ്റെ വിലയാണ് ഞാൻ പറഞ്ഞുകൊണ്ടുള്ളത്. ഡെസേർട്ടിൻ്റെ വില ഇത് 3830 ചെയ്ത് തരാം. 3830. പക്ഷേ ഞാൻ ഈ ഇംഗ്ലീഷിൽ പറയുന്നത് എന്താണെന്ന് അറിയാം, മലയാളം ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ ചില കാര്യം കുറച്ചൊരു മാറിപ്പോവാം. മനസ്സിലാത്ത കുഴപ്പമൊന്നുമില്ല, മലയാളം ഞാൻ നല്ല വൃത്തികനെ സംസാരിക്കും. പക്ഷേ ഈ നമ്പറുകൾ പറയുമ്പില്ല, ചിലപ്പോൾ ചില നമ്പറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. കഴിഞ്ഞ വീഡിയോയിലൊക്കെ അങ്ങനെ എന്തെല്ലോ പ്രശ്നങ്ങളായിന്. അതുകൊണ്ടാണ് ഞാൻ അന്നത്ര മലയാളത്തിൽ പറയാണ്ട് ഇംഗ്ലീഷിൽ തന്നെ വില പറഞ്ഞുകൊണ്ടുള്ളത്. ഞാൻ കേരളല്ല, ഞാൻ കൊടകാണ്. അതെ പഠിച്ചതെന്നും പറയാം, അത്യാവശ്യം മലയാളി തന്നെ, നമ്മൾ മലയാളം തന്നെ കൂടുതൽ നാട്ടിൽ ഉപയോഗിക്കുന്നു.
പക്ഷെ ചില സമയത്ത് മാറിപ്പോവും, അതുകൊണ്ടാണ്. അവിടെ മലയാളം തന്നെ സംസാരം? മലയാളം തന്നെ അത്യാവശ്യം ഫുള്ള് പ്യൂറായിട്ടുള്ള. ഇപ്പോൾ നിങ്ങൾ കേരളത്തിലുള്ള ആൾ നിങ്ങൾ സംസാരിക്കുന്ന പോലത്തെ അല്ല. പിന്നെ ചെറുപ്പം മുതലേ ഞങ്ങൾ നാട്ടുകാരെ കൂടെ തന്നെ, കേരളത്തിൽ നിന്നുള്ള ആൾക്കാരെ കൂടെ തന്നെ കൂടിയിട്ട് ഇപ്പോൾ അത്യാവശ്യം ഒരു 75% ഒരു മലയാളിയായിട്ട് മാറിയിരുന്നു. ചെറിയൊരു 25 ബാക്കിയുള്ളൂ ഇനി മാറാൻ. അടുത്ത നമുക്ക് ഏതാ പറയാ? നമുക്ക് ഇതിൽ തന്നെ അതായത് 16ഉം 16+ ഒക്കെ ഇതാ. നമുക്ക് യുഎസ് വരുന്നില്ലല്ലോ. ഇല്ല അതെല്ലാം വെറും TRയും പിന്നെ ഇന്ത്യൻ സ്പെക്കാണ്. ഇപ്പോൾ ബേസിക് ഫോൺ ഇപ്പോൾ ആദ്യം വെറും ചൈന മാത്രമേ ആപ്പിളിൻ്റെ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ടായി. ഇപ്പം കുറച്ച് ഇന്ത്യയിലും കൂടി ആപ്പിളിൻ്റെ മാനുഫാക്ചർ തുടങ്ങിനാ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ബേസിക്കലി 15ഉം 16ഉം ഒക്കെ നമ്മുടെ അടുത്തുള്ള ഇന്ത്യൻ സ്പെക്കാണ്. ആ ഇന്ത്യൻ സ്പെക്കിനെ കുറിച്ച് നമുക്ക് പറയാമല്ലോ, അതിൻ്റെ എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. നമ്മൾ TR എന്താണെന്നുള്ളത് കാണിച്ചു കൊടുത്ത്, CH എന്താണെന്നുള്ളത് കാണിച്ചു കൊടുത്ത് ഈ സൂം ചെയ്ത് ഇങ്ങോട്ടേക്ക്. ഇത് ഇന്ത്യൻ സ്പെക്കാണ്. ഇന്ത്യൻ സ്പെക്കിൽ എങ്ങനെ ഉണ്ടാകും നോക്ക്, HNA എന്നുണ്ടാവും. ഇതാണ് ഇന്ത്യൻ സ്പെക്ക്. ഇതിൽ അതെ ഇതാ സീരിയൽ നമ്പറിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഇതെങ്ങനെ ഉണ്ടാവും. അതെ HNA. ഇത് പ്രോയിലും പ്രോ മാക്സിലും ഒന്നുമില്ല. ഇത് ജസ്റ്റ് 15ഉം 16ഉം. ഇപ്പോൾ ഇന്ത്യയിൽ മാനുഫാക്ചറിങ് ചെയ്യുന്ന എല്ലാ മോഡലും മാനുഫാക്ചറിങ് ചെയ്യുന്നില്ല. ഇന്ത്യയിൽ ഇപ്പോൾ മാനുഫാക്ചറിങ് ചെയ്തുകൊണ്ടുള്ള ജസ്റ്റ് ബേസിക് മോഡലുകൾ മാത്രമാണ്. 15ഉം 16ഉം ഇങ്ങനത്തെ ജസ്റ്റ് ബേസിക് മോഡലുകൾ മാത്രമേ നിങ്ങൾക്ക് ഇന്ത്യൻ സ്പെക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ മാർക്കറ്റിൽ കൂടുതലുള്ള ഇന്ത്യൻ സ്പെക്കാണ്. ഇന്ത്യൻ സ്പെക്കിൽ നമുക്ക് വില പറയാമല്ലോ. ഇത് 16 16ൽ 128 GB ആണ് ഇത്. ഇതിലും കൂടുതൽ വ്യത്യാസമില്ല, ഇതിലും കളറിൽ വ്യത്യാസമുണ്ട്. ഇപ്പം പ്രോ മാക്സിലുള്ള അത്ര ഒരുപാട് വ്യത്യാസം 30-40 ഒന്നുമില്ല. ഇതെല്ലാം ഒരു 10-15 RMസിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഇത് ബ്ലാക്ക് കളറായത്. ഇത് നിങ്ങൾക്ക് ഒരു 3550 ഇത് കൊടുക്കാൻ വേണ്ടി പറ്റും. അതെ 128 GB 3550. ഇതിൽ തന്നെ 256 വേണമെങ്കിൽ ഒരു 2975ക്ക് 256 GB കൊടുക്കാൻ വേണ്ടി പറ്റും. അതിലും കളറിൽ ചെറിയ വ്യത്യാസം ഉണ്ട് കേട്ടോ. നിങ്ങളൊന്ന് കൺഫേം ചെയ്താൽ മതി. നിങ്ങൾ വാങ്ങാൻ വേണ്ടി വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതാ കളർ വേണ്ട, ആ കളറിന് എന്താ വില ഉള്ളതെന്നുള്ള ജസ്റ്റ് നിങ്ങൾ അന്വേഷിച്ചാൽ മതി. നോർമലായിട്ടുള്ള ഏതോ ഒരു കളറിൻ്റെ ഒരു വിലയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് വേണ്ട കളർ ഏതാണെന്നുള്ള ഇതിൽ ഒരുപാട് ഏതോ ഒരു കളർ എന്ന് പറയാൻ വേണ്ടി കാരണം എന്താണെന്നറിയോ, ഇപ്പം പ്രോയിലും പ്രോ മാക്സിലെല്ലാം ഫിക്സ് ആയിട്ടുള്ള ഒരു 3-4 കളറുള്ളൂ. പക്ഷേ ഇതിലങ്ങനെയല്ല, 4-5 കളറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം. ഓക്കെ, പിന്നെ അടുത്ത നമുക്ക് 15 പറയാമല്ലോ. 15 ഇപ്പോൾ 16 ഇതിലൊന്നും ഇല്ല. 256ഉം ഈ 128 GB മൂവിങ് ഉള്ളൂ. എന്താണെന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇപ്പോൾ ഇത് വെച്ച് കമ്പയർ ചെയ്തിട്ടുള്ള ഒരുപാട് വില കുറവ് ഉദ്ദേശിച്ചിട്ടാണ് ആ സാധനം ചോദിച്ച് വരുന്ന ആൾക്കാർ. 16 ഇപ്പം പ്രോ മാക്സ് ആകുമ്പോൾ ഒരുപാട് വില ആവും. അതിലും വില കുറവുള്ള ഫോൺ വേണം, അത് ഐഫോൺ ആയിരിക്കണം എന്നുള്ള രീതിയിലാണ് വെറും 16 വാങ്ങിക്കാൻ വേണ്ടി ആൾ വരുന്നത്. അപ്പം 512 GB എന്നൊന്നും വില തന്നിട്ട് അത്ര കാര്യമില്ല. നമ്മൾ ഒരുപാട് സ്റ്റോക്ക് വെക്കലും ഇല്ല ഇവിടെ. പിന്നെ 15 തരാമല്ലോ. ഈ 15 ഇന്ത്യൻ സ്പെക്ക് തന്നെയാണ് കേട്ടോ. 15 നിങ്ങൾക്ക് ഒരു 2250 2250ക്ക് 15 കൊടുക്കാൻ വേണ്ടി പറ്റും. 128 GB. ഇതിൽ തന്നെ 256 വേണമെങ്കിൽ 2650 ആവും. ഇതാ 2250ക്ക് 128 GB-യും 2650ക്ക് 256 GB-യും 15. ഇതിൽ 512 GB സ്റ്റോക്ക് വെച്ചില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് 512 GB കിട്ടുന്നതാണ്. ഇത് ജസ്റ്റ് ഒന്ന് അന്വേഷിച്ച് വന്നാൽ മതി, നമ്പർ കോൺടാക്ട് ചെയ്ത് വന്നാൽ മതി. പിന്നെ 16E, ഇതും ആപ്പിളിൻ്റെ പുതിയൊരു മോഡലാണ്. 16E. അതെ പക്ഷേ ഡിസൈൻ നോക്കുമ്പോൾ നമ്മുടെ പണ്ടത്തെ 12 സീരീസ്. അതെ ഇതെങ്ങനെയാന്ന് പറയുമ്പോൾ പ്രോയിലും പ്രോ മാക്സിലും വന്ന് 3 ക്യാമറ ആയിരിക്കും. വെറും 16ൽ 2 ക്യാമറ ആയിരിക്കും. 15ലും അതേപോലെ 2 ക്യാമറ. അതെല്ലാവർക്കും അറിയുന്ന തന്നെ. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താ പറയുക, ഇത് സിംഗിൾ ക്യാമറ ആയിരിക്കും. അതാ 16E. അതെ സിംഗിൾ ക്യാമറ ആയിരിക്കും. ഇപ്പം വേറെ ഇതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വേറെ വ്യത്യാസങ്ങളൊന്നും ഇല്ല. വ്യത്യാസമുള്ള ക്യാമറയിൽ മാത്രമേ ഉള്ളൂ ഈ തമ്മിൽ. അതല്ലാത്ത ഇപ്പം വെറും 16 വെച്ച് കമ്പയർ ചെയ്യുന്നതാണ്. സൈസ് ചെറിയൊരു വ്യത്യാസം. ഇത് കുറച്ചൊരു ചെറിയ സൈസായത്. അതല്ലാത്ത വേറെ വ്യത്യാസമൊന്നുമില്ല. സൈസ് മാത്രം കുറച്ചൊരു ചെറിയ സൈസായത്. ഇത് നിങ്ങൾക്ക് ഒരു 1925 ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അതെ 1925ക്ക് ഈ സാധനം നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇതിലും കളർ ഓപ്ഷൻ ഉണ്ട്. ഏതാ കളർ വേണ്ട കളർ എടുക്കാം. ഓക്കെ, അടുത്ത വേറെന്താ? അല്ല, ഇതിലെന്നെ ഇനി ഒരുപാട് ഉണ്ട് കാണിക്കാൻ. നമുക്ക് വാച്ചിനെ കുറിച്ചിട്ട്, ആപ്പിളിൻ്റെ വാച്ചിൻ്റെ ആയിട്ടില്ല. സാംസങ് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യുവാണെങ്കിൽ. അല്ല, മെയിൻ മൂവിങ്ങുള്ള മോഡൽ ഇപ്പോൾ ഒരു S24 Ultra, S25 Ultra അങ്ങനത്തെ വേണമെങ്കിൽ അങ്ങനത്തെ അതിൻ്റെ വില വരാം. ഫോൾഡ് ഫ്ലിപ്പൊക്കെ വേണമെങ്കിൽ അതിൻ്റെ വില പറയാം. എൻക്വയറി ചെയ്യുന്ന സാധനത്തിൻ്റെ വില വരാമല്ലോ. ഇതിന് നല്ല വില കുറഞ്ഞു കേട്ടോ. S25 Ultra ഇല്ല. നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ അർഷാഖാൻ്റെ ഒന്നിച്ച് ചെയ്ത ആ വീഡിയോയിലും ഇപ്പം തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇത് TDR ആണ്. ഇത് TDR എടുക്കുന്ന തന്നെയാണ് നല്ലത്. സാംസങ് ആകുമ്പോൾ, ആപ്പിൾ ആകുമ്പോൾ അതാണ് നമ്മൾ നേരത്തെ അതിനെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് സംസാരിച്ച അതിൻ്റെ ആവശ്യമില്ല. TDR തന്നെ. ഇത് നിങ്ങൾക്കൊരു 3020 വെച്ച് കൊടുക്കാം. 3020ക്ക് S25 Ultra.
ഓക്കെ. ഇതിൽ തന്നെ നെക്സ്റ്റ് ഏറ്റവും കൂടുതൽ മൂവിങ്ങിൽ S25 അൾട്ര കഴിഞ്ഞ് കഴിഞ്ഞാൽ S24 അൾട്ര ആണ്. അത് നമുക്കൊരു 2530 കൊടുക്കാം. S24 അൾട്ര 2530 റംസ്. അതെ, S24 അൾട്ര. ഇതിലും GB-ക്ക് അതിനനുസരിച്ച് ഏറ്റവും മൂവിങ്ങിൽ ഈ 2 മോഡലാണ് പറഞ്ഞത്. മൊത്തത്തിലുള്ള ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത വീഡിയോ കാണിക്കാം. 512 GB ഉണ്ടാവും, 1 TB ഉണ്ടാവും, അതേപോലെ ഫോൾഡ് ഉണ്ട്, ഫ്ലിപ്പ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ നെക്സ്റ്റ് വീഡിയോ നമുക്ക് എന്താ വേണ്ടത് നോക്കിച്ചേ. ഇപ്പോൾ ജസ്റ്റ് നമുക്കില്ല ഒരു വാച്ചിൻ്റെ ഒരു വില കൂടി തരാം. ഐ വാച്ചിൽ Series 10 ഇതാണ് സാധനം. Series 10 ഐ വാച്ച്. ഇതിലെങ്ങനെയെന്ന് പറഞ്ഞാൽ 2 സൈസ് ഉണ്ടാവും വാച്ച്. 2 സൈസിനനുസരിച്ചുള്ള വിലയാണ്. ഏറ്റവും കൂടുതൽ മൂവിങ്ങുള്ള Series 10 ആണ്. Series 10 നിങ്ങൾക്ക് 46 സൈസ് 46 ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 1280 കിട്ടും. 46 Series 10. ഇതിൽ തന്നെ 42 സൈസ് വരും. 42 ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു 1160 ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. 1160ക്ക് 42ഉം 1280ക്ക് 46ഉം. ഇതിൽ കളർ വൈസ് വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരുപാട് കളറുണ്ട്. 5-10 ദിർഹംസിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഈ ബ്ലാക്ക് കളറിൻ്റെ പ്രൈസാണ് ഞാൻ ഇപ്പോൾ തന്നത്. ഏറ്റവും കൂടുതൽ മൂവിങ്ങുള്ള ഈ ബ്ലാക്കാണ്. ബ്ലാക്ക് എന്ന് പറയുന്നത് Z ബ്ലാക്ക് എന്ന് പറയല് വാച്ചിൻ്റെ. Z ബ്ലാക്ക് കളർ. പിന്നെ ഇതിൽ തന്നെ അൾട്രാ വാച്ചും കൂടി ഉണ്ട്. ഇത് അൾട്രാ വാച്ചാണ്. പക്ഷേ ഇന്ത്യ വെച്ച് കമ്പയർ ചെയ്യുന്ന നല്ല വിലക്കുറവുണ്ട് കേട്ടോ അൾട്രാ വാച്ചിന്. ഇതിവിടെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് 2625-നാണ്. 2625 അൾട്രാ വാച്ച്. ഇതിലും ഒരുപാട് കളറുണ്ട്, ലൂപ്പ് ഉണ്ട്. ഇതിൽ മറ്റേ സ്റ്റീൽ ലൂപ്പ് വരും, റബ്ബർ ലൂപ്പ് വരും. ലൂപ്പ് എന്ന് പറയുന്നത് സ്ട്രാപ്പ്. ഇതിലും ഒരുപാട് സ്ട്രാപ്പുകളൊക്കെ ഉണ്ട്, കളറും ഉണ്ട്. ഇത് നിങ്ങൾ ഒന്ന് അന്വേഷിച്ചിട്ട് വരുന്നത് നല്ലത്. ഏത് ലൂപ്പിന് ഏത് വിലയാണുള്ളത്, സ്റ്റീലിന് എത്രയാണ്. Z ബ്ലാക്ക്. അതും നല്ല മൂവിങ്ങുള്ള സാധനമാണ്. അത് നിങ്ങൾക്ക് ഏതാ വേണ്ടത് നോക്കിയിട്ട് ഇതാക്കി ചെയ്യാം. അതെ, ഇന്നത്തെ വീഡിയോ ഇത്ര. അടുത്ത വീഡിയോയിൽ നമ്മളൊരു പുതിയൊരാളും കൂടി ഇപ്പോൾ പരിചയപ്പെടുത്താൻ വേണ്ടി ഇപ്പോൾ അടുത്ത വീഡിയോയിൽ നിജാസ് ആയിരിക്കും ഉണ്ടായാലും. നമ്മൾ കാസർഗോഡുകാരനാണ്. എൻ്റെ തൊട്ടടുത്ത് ഞാൻ കൊടുക്കും. എൻ്റെ തൊട്ടടുത്തുള്ള നാട്ടുകാരനാണ്, കാസർഗോഡുകാരനാണ് നിജാസ്. അടുത്ത വീഡിയോയിൽ അതെ ഫേമസ് ആളാണ്. അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് നിജാസിനെ കാണാൻ വേണ്ടി പറ്റും. നമ്മൾ 1/1 ഇപ്പോൾ ആദ്യം അർഷാദ് കഴിഞ്ഞ് പിന്നെ ഇപ്പം ഞാൻ അടുത്ത നിജാസ് ഉണ്ടാവും. അതിൻ്റെ ശേഷം നമ്മൾ രഞ്ജിത്ത് ഭായ് ആണത്. മൂപ്പറും കാസർഗോഡാണ്. രഞ്ജിത്ത് ഭായ് അവരുണ്ടാവും അടുത്ത വീഡിയോയിൽ. പിന്നെ നമ്മൾ അവിടെ കാണുന്നത് ഷാഹിദ് ഭായ് ആണ്. ഷാഹിദ് ഉണ്ടാവും. പിന്നെ ഇതിൽ മുമ്പ് എൻ്റെ കൂടെ വീഡിയോ ചെയ്തത് അലി. ഭയങ്കര ബിസിയിലാണല്ലോ. ഇത് അലി അത് അപ്പുറം ഉണ്ടാവും. നമ്മൾ ഓരോരുത്തർ വെച്ച് ചെയ്യാം. നമുക്ക് ഓരോ വീഡിയോയിൽ ഓരോരുത്തർ. അപ്പോൾ വരുന്ന എല്ലാ കസ്റ്റമർക്കും നമ്മൾ അറിയാൻ വേണ്ടി പറ്റുമല്ലോ. അതെ. നമ്മൾ സാധാരണ മൊബൈലിൻ്റെ വിലകൾ മാത്രമേ അറിയുള്ളൂ. ഇന്ന് വേണമെങ്കിൽ നമുക്ക് ഐപാഡ്, എനിക്ക് സമയം ഉണ്ടെങ്കിൽ ഫ്രീ ആണെങ്കിൽ നമുക്ക് ഐപാഡിൻ്റെ വില കാര്യങ്ങൾ വേണമെങ്കിൽ പറയാം. ഐപാഡിൽ എയർ ഉണ്ട്. എയറും പിന്നെ പ്രോ ഒക്കെ നല്ല വില വ്യത്യാസമാണ്. ഐപാഡ് എയർ ഇത് നിങ്ങൾക്ക് ഒരു 128 GB ആണെങ്കിൽ M3 ചിപ്പാണ് ഇത്. ഐപാഡ് എയർ M3 ചിപ്പ് 128 GB ആണ്. ഇതൊരു 1850 കിട്ടും. 1850 നാട്ടിൽ വീഡിയോ കാണുന്നവർ ശ്രദ്ധിച്ചോളൂ. കാരണം അത്രയും വില കുറവാണ് നമുക്ക് ഐപാഡൊക്കെ ദുബായിൽ കിട്ടുന്നത്. അല്ല, നാട്ടിലെ വില വെച്ച് കമ്പയർ ചെയ്യുന്നതാണ് ഒരുപാട് വ്യത്യാസമുണ്ട്. വിലയിൽ നല്ല വിലയാണ് ഇവിടെ. ഇതിൽ ഇപ്പോൾ ഞാൻ ഇത് പറഞ്ഞ 128 GB ആണ്. ഇതിൽ തന്നെ 256 GB എടുക്കുകയാണെങ്കിൽ 2240 കിട്ടും. 256 GB. അതെ. ഇതിൽ തന്നെ പ്രോ സീരീസും ഉണ്ട്. ഇതിപ്പോൾ നമ്മളിപ്പോൾ തന്നത് എയർ സീരീസ് ആണ്. ഇതിൽ പ്രോ വന്നിട്ട് നിങ്ങൾക്ക് പ്രോ സീരീസ് ഒരു 3200 ദിർഹംസിന് കിട്ടും പ്രോ. ഐപാഡ് ഇത് ഹെയർ. ഇതിൻ്റെ ഒന്നും കൂടി ഹയർ റേഞ്ച്. ഇതിൻ്റെ ഒന്നും കൂടിയും മുകളിലുള്ള. ഇപ്പോൾ നമ്മൾ ബേസിക് ഇപ്പം 15ഉം 16ഉം അതിൻ്റെ ശേഷം പ്രോ എന്ന് പറഞ്ഞില്ല. അതേപോലെ ഇത് ഒരു ബേസിക്കാണ്. ഇതിൻ്റെ മുകളിലുള്ളതാണ് പ്രോ. പ്രോ അതന്നെ ഒരു 3200 പ്രോ കിട്ടും നിങ്ങൾക്ക്. 256 GB തന്നെ കിട്ടും. അതിൽ 128 GB വരുന്നില്ല. അതിൽ സ്റ്റാർട്ടിങ് 256 ആണ്. നെക്സ്റ്റ് 512 ആണ്. 256 ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ള. അതൊരു 3200 കിട്ടും. അതെ പോരെ. ഇന്നത്തേക്ക് ഇത്ര പോരെ നമുക്ക്. ഇനി അടുത്ത വീഡിയോയിൽ ഞാനുണ്ടാവും. എൻ്റെ കൂടെ നിജാസും ഉണ്ടാവും. അതെ. ഓക്കെ. വലൈക്കും സലാം.